وبعث مقام محمود للوعد ورزقنا شفاعته. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء. മോമിനീങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാരെ, ബഹുമാനമുള്ള ഉമറാക്കളെ, ദീനിൻ്റെ സഹായികളായ യുവ സഹോദരങ്ങളെ, ബഹുമാനമുള്ള വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അള്ളാഹു ഈ ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ അമലാക്കി തരട്ടെ. അള്ളാഹു ഇതുകൊണ്ട് നമുക്ക് ഈ ലോകത്തും പരലോകത്തും, ഈ ലോകത്ത് സമാധാനത്തിൻ്റെ ജീവിതവും പരലോകത്ത് സമാധാനത്തിൻ്റെ വീടും ലഭിക്കാൻ കാരണമാവട്ടെ. ഇത് സംഘടിപ്പിച്ച, ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. ഇനി നാട്ടിന് ഒരു വെളിച്ചമായി തീരുകയും നമ്മൾ ഒക്കെ മരിച്ചു പോയാലും ഇതെല്ലാം ഏറ്റെടുത്ത് നിലനിർത്തുന്ന ഒരു സമൂഹം നമുക്ക് തലമുറയായി അള്ളാഹു നൽകുകയും ചെയ്യട്ടെ. എല്ലാ അനാചാരങ്ങളിൽ നിന്നും നാശങ്ങളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു മോചനം നൽകട്ടെ. ഇസ്ലാമിൻ്റെ വിശിഷ്ടമായ മഹത്വം ഉയർത്തിപ്പിടിക്കാൻ ഇന്നത്തെ ഈ വിദ്യാ ക്ലാസുകൾ നമുക്കൊരു പ്രചോദനമാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇവിടെ കമ്മീഷണർ സാർ പറഞ്ഞ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു തരം അപകർഷതാബോധം ഇന്ന് നമ്മയൊക്കെ ബാധിച്ചതുപോലെ തോന്നുന്നുണ്ട്. ഈ അപകർഷതാബോധത്തിന് സാമ്രാജ്യത്വ ശക്തികളുടെ വലിയ പ്രചാരണം പോലും അതിൻ്റെ പിന്നിലുണ്ട് എന്ന് നാം ഗൗരവമായും സംശയിക്കേണ്ടതാണ്. നാം ഒന്നിനും കൊള്ളാത്തവരാണെന്ന ഒരു ധാരണ നമ്മെ പുറകോട്ട് കൊണ്ടുപോയിരിക്കും. എന്നാൽ ലോകത്ത് വലിയ വെളിച്ചമുണ്ടാക്കി കൊടുത്തത് നമ്മളാണ്. ഖുർആനില്ലായിരുന്നുവെങ്കിൽ ഈ മഹാശാസ്ത്രങ്ങളുടെ പ്രഭയൊന്നും ലോകത്ത് ഉദയം ചെയ്യുമായിരുന്നില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയുന്ന യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷെ നമ്മൾ വളരെ പുറകോട്ട് പോയി. അതിന് കാരണം സമുദായത്തിൻ്റെ യശസ് എന്ന അടിസ്ഥാന ഇന്ന് നമുക്ക് താല്പര്യമില്ല എന്നതാണ്. മുസ്ലിം സമുദായം ഇന്ന് ഭീകരവാദത്തിൻ്റെ പേര് ആക്ഷേപിക്കപ്പെടുകയാണ്. അടിസ്ഥാനപരമായി അത് സാമ്രാജ്യത്വ സൃഷ്ടിയാണ്. സാമ്രാജ്യത്വം ലോകത്തിൻ്റെ മേൽ വിദ്യാഭ്യാസം കൊണ്ടും വാർത്താവിനിമയ സൗകര്യങ്ങൾ കൊണ്ടും ആധിപത്യം പുലർത്തിയിരിക്കുന്നു. അവരുടെ പ്രചണ്ഡമായ ചില ഒഴുക്കിൻ്റെ ഭാഗമാണ് അതല്ല. പക്ഷെ മുസ്ലിമീങ്ങൾ സാന്ദർഭികമായി ഉണരുകയും ഖുർആന്റെ പ്രഭയിൽ എണീറ്റ് നിൽക്കുകയും ചെയ്താൽ അതൊക്കെ തേഞ്ഞുമാനില്ലാതെയാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മുസ്ലിമീങ്ങൾ ടെററിസ്റ്റുകളല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവ് ഇത്രയേറെ രാജ്യങ്ങളുണ്ടായിട്ടും അവർ ഒരു മാലയിൽ കോർക്കപ്പെടുന്നില്ല എന്നതാണ്. അദ്ദേഹം സംസാരിച്ചതിൽ തന്നെ മുസ്ലിമീങ്ങൾ ഭീകരവാദികളല്ല എന്നുള്ള പ്രത്യക്ഷ സാക്ഷ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. മുസ്ലിമീങ്ങൾ ടെററിസ്റ്റുകളായിരുന്നുവെങ്കിൽ ഒരൊറ്റ മാലയിൽ പോർത്ത മുത്തമണികൾ പോലെ എണീറ്റ് നിന്ന് ലോകത്തിൻ്റെ മേൽ അടിച്ച് ഒടുക്കി ഒരൊറ്റ ശക്തിയായി എണീറ്റ് നിൽക്കുമായിരുന്നു. അതൊരു വസ്തുതയും യാഥാർത്ഥ്യവും. പക്ഷെ ഇതൊന്നും കണ്ടുപോകാൻ ആളുകളില്ല, ഇതൊന്നും ആളുകൾ കാണുന്നേ ഇല്ല. മുസ്ലിമീങ്ങൾക്ക് ഇന്ന് ഭീകരവാദവും തീവ്രവാദവും എന്നല്ല മുസ്ലിമീങ്ങളുടെ വിഷയം. മുസ്ലിമീങ്ങളുടെ വിഷയം വ്യക്തിപരമായ സ്വാർത്ഥതകളാണ്. അതിലെങ്ങനെയൊക്കെ നേടാൻ കഴിയും എന്ന ആലോചനയിലാണ് ഇന്ന് മുസ്ലിമീങ്ങൾ. ആ സ്വാർത്ഥതയാണ് മുസ്ലിമീങ്ങളെ നശിപ്പിച്ചതും. ഞാൻ ആ ഭാഗത്തേക്കൊന്നും വരുന്നില്ല, അതെൻ്റെ വിഷയമല്ല. കേട്ടപ്പോൾ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം ഇതിന്റെ ഉപസംഹാരമായി ഞാനിവിടെ പറയാം. ലയൻസിഅന്നല്ലാഹു മിൻ സുദൂരി അദുവിക്കുമുൽ മഹാബത മിൻകും.
അവസാന കാലഘട്ടമാകുമ്പോൾ നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെപ്പറ്റിയുള്ള ഒരു ഭയം എടുത്തു പോകുമെന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും നിങ്ങളെ പേടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവസാന കാലഘട്ടത്തിൽ നിങ്ങൾ സ്വാർത്ഥത കാരണം ലയൻസിയന്നല്ലാഹു മിൻ സുദൂരി അദുവിക്കുമുൽ മഹാബത മിൻകും, നിങ്ങളെപ്പറ്റിയുള്ള ഭയം ശത്രുവിന്റെ മനസ്സിൽ നിന്ന് അള്ളാഹു നീക്കിക്കളയും. ഇമാം തുർമദി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, മുസ്തഫ നബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ വലയഖദിഫന്ന ഫീ ഖുലൂബിക്കുമുൽ വഹൻ, വഹൻ എന്ന ഒരു രോഗം നിങ്ങളുടെ മനസ്സിൽ നിക്ഷേപിക്കുകയും ചെയ്യും. രണ്ട് കാര്യം പറഞ്ഞത്, ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെപ്പറ്റിയുള്ള പേടി എടുത്തു പോകും. നിങ്ങളുടെ മനസ്സിൽ വഹൻ എന്ന ഒരു രോഗം അള്ളാഹു നിക്ഷേപിക്കും. സഹാബികൾ ചോദിച്ചു, വമൽ വഹൻ, എന്താണ് വഹൻ എന്ന രോഗം, അതിനർത്ഥം എന്താണ്? അപ്പോൾ പറഞ്ഞു, ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. ഹുബ്ബുദ്ദുനിയാ ഒന്ന് ഭൗതിക താല്പര്യം, വകറാഹിയത്തുൽ മൗത്ത് മരിക്കാനുള്ള ഒരു തരം പേടി. ഇത് നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും. മുസ്ലിം സമുദായത്തിന് ഇത് രണ്ടും ഉണ്ടായിരുന്നില്ല, മരിക്കാനേ പേടി ഉണ്ടായിരുന്നില്ല. യഹൂദികളോട് പോലും അള്ളാഹു അങ്ങനെയാ പറഞ്ഞു, നിങ്ങൾ അള്ളാഹിന്റെ ഔലിയാക്കളാണെങ്കിൽ ഫതമന്നവുൽ മൗത ഇൻ കുൻതും സാദിഖീൻ, മരിക്കാൻ കൊടുക്കുവീൻ, മരണത്തെ നിങ്ങൾ ഒന്ന് നിഷ്പ്രയാസം നേരിടാൻ തയ്യാറാകുവീൻ. അവരതിന് തയ്യാറായില്ല. വലാ യതമന്നൗനഹു അബദൻ ബിമാ ഖദ്ദമത് ഐദിഹിം എന്നല്ലേ പറഞ്ഞത്. മുസ്ലിം സമുദായത്തിന്റെ ഐഡന്റിറ്റി തന്നെ ഒരു പേടിയില്ലാത്ത വിഭാഗം എന്നാണ്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഈ ക്ലാസ്സുകളുടെ ഒന്നും പ്രചോദനം ഒരു ടെററിസവും ഒരു ഭീകരവാദവുമല്ല. പകരം അതൊക്കെ ഇല്ലാതെയാക്കണം. എന്നിട്ട് നീതിയുടെയും സത്യത്തിൻ്റെയും വളരെ ഉജ്ജ്വലമായ ഒരു ദീപ്തമായ ഒരു വിജ്ഞാനസമ്പന്നിയായ ഒരു ഇസ്ലാം മനുഷ്യ മനസ്സിൽ നിക്ഷേപിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ വഴിയിലേക്ക് ഉമ്മത്തിനെ കൊണ്ടുവരൽ മാത്രമാണ് ഈ ക്ലാസ്സുകളുടെ ലക്ഷ്യം. മറ്റൊരു ഏത് പ്രസ്ഥാനങ്ങളും ഏതൊക്കെ ഭീകരവാദത്തിന് ശ്രമിച്ചാലും ഖുർആൻ സ്റ്റഡി സെന്ററിന് അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ല. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഖുർആനിക ജനകീയ സഭയാണ് ഈ പ്രസ്ഥാനം. വളരെ താഴ്മയോടെയും വിനയത്തോടെയും നാം പറയുന്നത്, അള്ളാഹുവിൻ്റെ ദീനിനെ അതിൻ്റെ അർത്ഥത്തിൽ വിശാലമായി അവതരിപ്പിച്ചു കൊടുക്കുകയും മുസ്ലിം മനസ്സിൽ അടിഞ്ഞുകൂടിയ ഈ നിന്ദന ഒഴിവാക്കി അള്ളാഹുവിൻ്റെ വിശാലമായ നന്മയിലേക്ക് കടന്നു വരാൻ അവസരമൊരുക്കുകയും ചെയ്യുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുക. മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബിസ്മിയുടെ മഹത്വം പറഞ്ഞിരുന്നു അല്ലേ? അങ്ങനെയല്ലേ? പറഞ്ഞു തീർന്നിട്ടില്ല, ഒരുപാട് വിശദമായ സംഗതിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിൻ്റെ വിശാലമായ മഹത്വം ഞാൻ നിങ്ങളോട് കുറച്ചൊക്കെ സൂചിപ്പിച്ചു. പറഞ്ഞാൽ തീരില്ല. എല്ലാവരും മൊബൈലൊക്കെ ഓഫ് ചെയ്യുക, എന്നിട്ട് എൻ്റെ കൂടെ അങ്ങോട്ട് വരിക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിൻ്റെ മഹത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു എന്ന നാമത്തെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത്. അള്ളാഹു ആരാ? ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ശൈഇൻ അലീം. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അള്ളാഹുവാണ്. അള്ളാഹു എന്ന ആ മഹത്തായ നാമം, കാര്യങ്ങളുടെ മുഴുവനും അടിസ്ഥാനം അവനാണ്. എല്ലാം അവങ്കലിൽ നിന്നുണ്ടായതാണ്, എല്ലാം അവനിലേക്ക് മടങ്ങുകയുമാണ്. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു അനുഗ്രഹം പറയുമ്പോൾ, ഒരു അനുഗ്രഹം അനുഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്വാഭാവിക മര്യാദയാണ് ആ അനുഗ്രഹ ദാതാവിനെ ഒന്ന് എടുത്തു പറയുക എന്ന്, അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഒരു ഹാൾ നോക്കൂ നിങ്ങൾ, ഒരു പ്രധാനപ്പെട്ട ഒരു നന്മ, ആ നന്മ നമ്മൾ അനുഭവിക്കുമ്പോൾ ആ നന്മ ഇവിടെ സ്പോൺസർ ചെയ്ത ഒരാളെ പറയാതിരിക്കാൻ നിർവാഹമില്ല, ഇല്ലേ? അങ്ങനെയല്ലേ പറയാ? ഒരു കോളേജ്, ആ കോളേജിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്, വലിയൊരു കെട്ടിടം ഉണ്ടാക്കി അതിന്റെ ഉദ്ഘാടനം നടക്കാം. അപ്പോൾ പറയും, ഇത്ര മനോഹരമായ ഈ കെട്ടിടവും ഈ വിദ്യാഭ്യാസത്തിന്റെ സൗകര്യവും ഇവിടെ ചെയ്യാൻ മുന്നോട്ട് വന്ന വ്യക്തിയെ അനുസ്മരിക്കാതിരിക്കാൻ ഇതന്നെയാണത്. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഒരു നിലക്ക് നമ്മൾ ഈ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ഈ സൗകര്യങ്ങൾ അത് ചെയ്തു തന്ന ആളെ നമ്മൾ അനുസ്മരിക്കും. സത്യത്തിൽ അയാളുടേതായ ഇതിലൊന്നുമില്ല, അയാൾക്കും മറ്റൊരാൾ ചെയ്തു കൊടുത്തതാണ്. ആരാണ്? അല്ലാഹു. ഞാനീ മുണ്ട് ഇത് പരുത്തിന്നുണ്ടായതാണ്. എങ്ങനെയാ ഇതിന്റെ ഒരു 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 നൂലിഴ പോലെ എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അന്നാ സ്വബാബിനൽ മാ സ്വബ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقلبا وزيتونا ونخلا وحدائق غلبا. എല്ലാം അവൻ ഉണ്ടാക്കി തന്നത്. വെള്ളം ചൊരിഞ്ഞത് അവനാ. എങ്ങനെയാണ് അവൻ വെള്ളം കൊണ്ടുപോയത്? അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ ثم يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد. എങ്ങനെയാ? ഇതൊരു ചെടിയിനുണ്ടായതാണ്. ആ ചെടി വളർന്നത് മണ്ണിൽ നിന്നാണ്. വളരണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായി എന്ത് വേണം? വെള്ളം വേണം. ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാക്കാൻ എനിക്ക് സാധ്യമില്ല. ഒന്നും എനിക്ക് കഴിയില്ല. എനിക്ക് 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും കൂടിയാൽ വെള്ളം ഉണ്ടാകുമെന്ന് തീസിസ് എഴുതിയിട്ട് കൂമ്പൻ തൊപ്പി വെച്ച് ഡോക്ടറേറ്റ് വാങ്ങി പോരാൻ കഴിയും. അത്രയും എനിക്ക് കഴിയും. വെള്ളം ഉണ്ടാക്കാൻ സാധ്യമല്ല. ചിന്തിക്കണം. എല്ലാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നറിയോ? ഞാൻ എന്ത് ചെയ്യണം? ഇത് വാങ്ങി എൻ്റെ തലയിൽ വെക്കുമ്പോൾ ഞാൻ എന്ത് പറയണം? ഈ അനുഗ്രഹദാതാവിനെ ഓർക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശുക്റുൽ മുൻഇമി അലാ ഇൻആമിഹി വാജിബ്. ഏതൊരു അനുഗ്രഹം ചെയ്തവനെയും ഒന്ന് ഓർക്കുക, അവന് നന്ദി ചെയ്യുക എന്നത് വളരെ നിർബന്ധമായ ഘടകമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് അവനെ അനുസ്മരിക്കലാണ്, അവനൊന്ന് ഓർക്കൽ, അവനെ പറ്റി ഒന്ന് പറയൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നീ നിന്റെ ഇണയിൽ കൈവെക്ക. എന്താണ് അതിൻ്റെ ഒരു വലിയ മഹത്വം? ഒരു പെണ്ണിനോട് നിനക്ക് അഭിനിവേശം തോന്നുക, ഇത് നിനക്കിടയിൽ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. എത്ര വലിയ സംഗതിയാണ്. അലം നജഅലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ വഖലഖനാകും അസ്വാജ വജഅൽനാ നൗമകും സുബാതാ وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وخاجا. എണയിൽ കൈവക്കൈയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഒന്ന് കൈവക്കണം. ശ്രദ്ധിക്കേ, എൻ്റെ കൂടെ വരി, എൻ്റെ കൂടെ അങ്ങോട്ട് വരി. മൊബൈലാണ്ട് ഓഫ് ചെയ്തേക്കൂ കുറച്ചു നേരം. ആരെങ്കിലും മരിച്ചാൽ തന്നെയും മയ്യത്തെടുക്കുന്നതിന് മുമ്പ് നമ്മൾ എത്തും. ബേജാറാവണ്ട, ഓഫ് ചെയ്യ്, ബേജാറാവണ്ട. മരിച്ച വിവരം അറിയാൻ വേണ്ടിയിട്ടും തുറന്നു വെക്കണ്ട, അതൊക്കെ അടച്ചു വെച്ചോളൂ. ഇതൊന്നും നല്ലതല്ല, ഒക്കെ നാശമാണ്. നമ്മൾ സ്വാസ്ഥ്യം കെടുത്തി എന്നതാണ് ഈ ആധുനിക ഉപകരണങ്ങൾ നമുക്ക് നൽകിയ ലാഭം. 2 ലാഭമാണ് ആധുനിക ഉപകരണം നൽകിയത്. 1, നമ്മുടെ മരണം എളുപ്പമാക്കി. 2, നമ്മുടെ സ്വാസ്ഥ്യം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ഏത് ആധുനിക ഉപകരണത്തിൻ്റെയും ലാഭം അതാണ്. ഏതും ആന്തരമാർഗമായി അങ്ങോട്ട് ആലോചിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അതിൻ്റെ അനുഗ്രഹങ്ങളൊന്നും നമ്മൾ അനുഭവിച്ചുകൂടാ എന്നല്ല, അനുഭവിക്കാം. പക്ഷെ ഇത്തരം സദസ്സിലൊക്കെ അതൊന്ന് ഒഴിവാക്കുക. വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതുന്ന സദസ്സാണ്, മിണ്ടാതിരിക്കണം, അതിനെ തന്നെ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ശ്രദ്ധിക്കാം, ഞാനൊന്ന് കയറി മാത്രം. വളരെ വിശദമായ ഒരു ചർച്ചയിലേക്ക് ഞാൻ ഇറങ്ങാൻ പോവുക. അത് ചിന്തിക്കുക. അനുഗ്രഹദാതാവിനെ എന്നെ ഓർക്കലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാഖയയിലുണ്ട് 4 ചോദ്യം ചോദിക്കുന്നു. 4 ചോദ്യം ചോദിക്കുന്നുണ്ട്. ഫറഅയ്തും മാ തുംനൂൻ അഫറഅയ്തും മാ തഹ്റുസൂൻ അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഫറഅയ്തുമുൻ നാറ അല്ലതീ തൂറൂൻ. 4 ചോദ്യം ചോദിക്കുന്നുണ്ട് വാഖയയിൽ.
എന്താ സമാപനം? നഹ്നു ജഅൽനാഹ തദ്കിറതൻ വമതാഅൻ ലിൽമുഖ്വിൻ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം. 4 വലിയ അനുഗ്രഹം എടുത്തു പറഞ്ഞു. ഇല്ലേ, ശ്രദ്ധിച്ചില്ലയോ? എന്റെ കൂടെ ഉണ്ടോ? ഇന്ദ്രിയമായി നിങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണമായ ശുക്ലബിന്ദു, നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ചോദ്യം. 1. പിന്നെ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ഈ ഭക്ഷിക്കുന്ന ഭക്ഷണങ്ങൾ ഈ ചെടികളിൽ നിന്ന്, സസ്യങ്ങളിൽ നിന്നാണ്. ആ സസ്യങ്ങളുടെ എങ്ങനെയാണത് വളർന്നത്, എങ്ങനെ ഉണ്ടായത്, അത് കൃഷിയും സംവിധാനവും എങ്ങനെയുണ്ടായി, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് 2. പിന്നെ നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിനെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 3. ഇതൊക്കെ ഇറക്കി തന്നതും സൗകര്യം പെടുത്തിയതും ഞാനല്ലേ? 4. നിങ്ങളെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീനെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന്. 4 ചോദ്യങ്ങളെയും പിന്നെ ഒറ്റ ജവാബിൽ ഫുൾ സ്റ്റോപ്പ് ചെയ്യാം. എന്താ? നഹ്നു ജഅൽനാഹ തദ്കിറതൻ വമതാഅൻ ലിൽമുഖ്വിൻ. എന്റെ കൂടെ വരൂ. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം. നീ അതൊക്കെ അനുഭവിച്ചോ, പക്ഷെ നാമത്തെ മഹത്വപ്പെടുത്തിയാൽ മതി. ഏതാ നാമം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അതൊക്കെ നീ അനുഭവിച്ചോ. മൈക്ക പോരാട്ടാ, ശ്രദ്ധിക്കും. അതെല്ലാം നീ അനുഭവിച്ചോ, ഒരു വിരോധമല്ല, എല്ലാം അനുഭവിച്ചോ. പക്ഷേ ഇന്ന് ഓടിയല്ലോ നിങ്ങൾ, ഇന്ന് ഓടിയില്ലേ? ഇന്ന് നാമത്തെ മഹത്വപ്പെടുത്ത്, നാമത്തെ മഹത്വപ്പെടുത്ത്. ആരുടെ നാമം? റബ്ബുൽ അലയുടെ. ആരാ റബ്ബ്? അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദാ വല്ലദീ അഖ്റജൽ മർആ. ഇതൊക്കെ തന്നെ സംവിധാനിച്ചില്ലേ അവൻ? അല്ലദീ ഖലഖ, സൃഷ്ടിച്ചു, ഫസവ്വ, എന്നിട്ട് മനോഹരമായി ഒരു സന്തുലിതത്വം നിന്നിൽ നിക്ഷേപിച്ചു. എന്തെല്ലാം കഴിവുകൾ നിക്ഷേപിച്ചു! എന്ത് മനോഹരമായ ആകാര വടിവിലും സംവിധാനത്തിലും നിന്നെ അള്ളാഹു ഒരുക്കിയിരിക്കുന്നു. എല്ലാം അള്ളാഹു നിനക്ക് നൽകിയില്ലേ? നിന്റെ ആ ശരീരത്തിന്റെ ഭംഗി എത്ര മനോഹരമാണ്! പിന്നെ നിന്നിൽ നിക്ഷേപിച്ച ഗ്രാഹ്യത, ബുദ്ധി, ബോധം, ദർശനം, മനോഹരമായ കഴിവുകൾ, സാർഗിക കലകൾ, കഴിവുകൾ എന്തൊക്കെയാണ്! അതുകൊണ്ട് അതെല്ലാം നിനക്ക് നൽകിയില്ലേ? ഇത്ര മാത്രം ചെയ്തെന്നാൽ മതി അള്ളാഹുവിന്. എന്ത്? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ വല്ലദീ അഖ്റജൽ മർആ. അല്ലാഹു ബോധം തരട്ടെ. എന്റെ കൂടെ വരൂ. അല്ലാഹു ബോധം തരട്ടെ. അല്ലെങ്കിലും നിങ്ങൾക്ക് ഒറ്റ വാക്ക് ഞാനൊന്ന് കേറി പറയട്ടെ കേട്ടോ. ഞാനൊന്ന് കേറി പറയാം. ഇത് ഫുൾ സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ കേറി പറയാം. നിങ്ങൾക്കറിയാമോ, അള്ളാഹുവിനെ നമ്മൾ തിരിച്ചൊന്നും ചെയ്തു കൊടുക്കണ്ട. അവൻ്റെ ഓർമ്മ നിലനിർത്തിയാൽ മതി. എന്നാൽ എല്ലാം അവൻ ചെയ്തു തരും. അള്ളാഹു ചെയ്തു തരട്ടെ. നീ അള്ളാഹുവിൻ്റെ ഓർമ്മ എന്നെ നിലനിർത്തിയാൽ മതി. ഞാൻ നിനക്ക് 2 ആയത്തോടി തരട്ടെ. ഞാൻ നിങ്ങൾക്ക് 2 ആയത്തോടി തരട്ടെ. പാഠം ഉൾക്കൊള്ളൂ. ഞാൻ 2 ആയത്തോടി തരട്ടെ. പാഠം ഉൾക്കൊള്ളൂ. ഒന്ന് ഉറക്കെ പറയൂ. ബാക്കിൽ നിന്ന് പാഠം ഉൾക്കൊള്ളൂല. തയ്യാറല്ലേ? ഞാൻ 2 ആയത്തോടി തരട്ടെ. നോക്കൂ, ശരിക്ക് സൂറത്തു ത്വാഹ 130, 131 കേട്ടോളൂ. ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وابقى وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. വലിയ പാഠമാണ്, ഭയങ്കര പാഠം. സൂറത്ത് ത്വാഹ ശ്രദ്ധിക്കുക. വൈക്ക നന്നാക്കി തുറന്നോളൂ. أعوذ بالله من الشيطان الرجيم
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. ഭയങ്കര പാഠം. ഇത് മതിയാകും. ആ രണ്ടായത്ത് മതിയാകും നമ്മുടെ ദിനജീവിതങ്ങളുടെ വളർച്ചയ്ക്ക് എന്നാണ് എൻ്റെ അഭിപ്രായം. സൂറത്തു ത്വാഹ 130, 131 അല്ലെങ്കിൽ 131, 132 ആയിരിക്കും. ആ ഭാഗത്ത് നോക്കുക, കേട്ടോളൂ. 131, 132 അല്ലെങ്കിൽ 130, 131 ആയിരിക്കും സൂറത്തു ത്വാഹ. ശ്രദ്ധിച്ചോളൂ, കേട്ടോളൂ, കേട്ടോളൂ. എൻ്റെ കൂടെ അല്ലേ? എന്തൊരായത്താ. ولا تمدن عينيك إلى ما متعنا به أزواجا منهم. പല കുടുംബങ്ങൾക്കും ഞാൻ ചെയ്തു കൊടുത്ത വലിയ വലിയ സാമ്പത്തിക സൗകര്യങ്ങളിലേക്ക് നീ കണ്ണ് നീട്ടി നോക്കേണ്ടതില്ല. വലാ തമുദ്ദന്ന, നീ ഒരിക്കലും കണ്ണ് അയിനയിക്ക, നിന്റെ രണ്ട് കണ്ണുകൾ ഒരിക്കലും നീ നീട്ടി നോക്കേണ്ടതില്ല. ഇലാമാ മത്തായിനാ ബിഹി അസ്വാജം മിൻഹും, പല കുടുംബങ്ങൾക്കും ഞാൻ ചെയ്തു കൊടുത്ത സൗകര്യത്തിലേക്ക്, അഥവാ സഹ്റത്തുൽ ഹയാത്തി ദുനിയ, ഈ ഭൂമിയിലെ മനോഹരമായ കൊട്ടാരക്കെട്ടുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും സൗകര്യങ്ങളും ധനങ്ങളും സൗകര്യങ്ങളും. മനസ്സിലായില്ലേ? എന്തിനാ ഞാനതൊക്കെ? നിങ്ങൾക്ക് ഒരാൾക്ക് കളമശ്ശേരിയിലെ ഒരു മുതലാളിക്ക് വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അത് കാണുമ്പോഴത്തിന് നീ എന്ന് പറയണ്ട, നീ അങ്ങനൊന്നും പറയണ്ട, നീ മൂക്കത്ത് വിരൽ വെക്കണ്ട. ഞാനതൊക്കെ അവർക്ക് നൽകിയത് ലിനഫ്തിനഹും ഫീ, അതിലിട്ടിട്ട് അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്തൊരു പ്രൗഢമായ വചനാണിതൊക്കെ എന്നറിയാം. തുള്ളിച്ചാടും ഇതിൻ്റെ ഒരു കാന്തരാർത്ഥം പഠിച്ചാൽ. വലത്തമുദ്ദന്ന, ഒരിക്കലും നീ നീട്ടരുത്. അയിനയിക്ക, നിന്റെ രണ്ട് കണ്ണുകളെ, ഇലാമാ മത്തായിനാബിഹി, ഞാൻ ചെയ്തു കൊടുത്ത സൗകര്യത്തിലേക്ക്, അസ്വാജമിൻഹും, ഭൂമിയിലെ പല ഇണകൾക്കും കുടുംബങ്ങൾക്കും. അതായത് സഹ്റത്തുൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിത സൗരഭ്യവും സൗകര്യവും ഞാൻ പലർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നീ കണ്ണ് നീട്ടി നോക്കണ്ട, നീ അമ്പരക്കണ്ട. എന്തൊരാണ്, എന്തൊരു അവൻ്റെ തലയിൽ വരച്ച് നമ്മളെ വേറെ എവിടെയെങ്കിലും വരച്ചാൽ മതി. നിങ്ങനൊന്നും പറയണ്ട, ഇങ്ങനൊന്നും പറയണ്ട. നിനക്ക് പറയുന്നൊരു പരിപാടി ഉണ്ട്, അതൊന്നും നീ വേണ്ട. ഞാനതൊക്കെ അവർക്ക് നൽകിയത് ലിനഫ്തിനഹും ഫീ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയോ? അള്ളാഹ്ക്ക് വേണ്ടത് അള്ളാഹിന്റെ ഓർമ്മ നിലനിർത്തുക മാത്രം. ബാക്കിയൊക്കെ അള്ളാഹ് ചെയ്തു തരും, ഒരു പേടിയും പേടിക്കണ്ട. ലിനഫ്തിനഹും ഫീ, ഞാനത് അവർക്ക് ചെയ്തു കൊടുത്തത് ലിനഫ്തിനഹും ഫീഹി, അതിലിട്ടിട്ട് അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്താ അവർ ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയാണ്. ഇതിനെയാണ് ഇതിലെ ഏറ്റവും ക്ലൈമാക്സ് ഉള്ള പ്രശ്നം, വിഷയം വരുന്നത്. വരിസുഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. വരിസുഖു റബ്ബിക, നിന്റെ രക്ഷിതാവ് തരുന്ന ഭക്ഷണമുണ്ടല്ലോ, ഖൈറുൻ, അതാണ് ഖൈറായത്, വഅബ്ഖാ, അതാണ് നിലനിൽക്കുന്നതും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. മനസ്സിലായില്ല. എന്താ പറഞ്ഞത്? വരിസുഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ, നിന്റെ രക്ഷിതാവ് തൃപ്തിപ്പെട്ടു തരുന്ന ഭക്ഷണമുണ്ടല്ലോ, അതാണ് ഖൈറുൻ, ഖൈറായത്, വഅബ്ഖാ, നിലനിൽക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ മനസ്സിലാകാത്തവനാണ് എന്നാണ്. എന്തുകൊണ്ട്? ഞാൻ തമാശ പറയല്ല. എന്തുകൊണ്ട്? ദുനിയാവിൽ ഒന്നും ബാക്കിയല്ല, പിന്നെ എങ്ങനെ ഇവിടുത്തെ ഭക്ഷണം അബ്ഖാന്ന് പറയും? മനസ്സിലായില്ല. ഇത് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ വെറുതെ പറയാ, നിങ്ങൾ ചിന്തിക്കണേല്ല. ഉടനെ അവിടെ എണീറ്റ് ചോദിക്കണം, മുസ്ലിയാരെ എന്താണ് ആ ആയത്ത് അങ്ങനെ പറഞ്ഞത്? ദുനിയാവിലെ ഭക്ഷണം അബ്ഖാന്ന് എങ്ങനെ പറയും? ദുനിയാവ് തന്നെ അബ്ഖയല്ലല്ലോ, നിലനിൽക്കുന്നതെന്നാ പറഞ്ഞത്.
ദുനിയാവ് തന്നെ അബക്കാന്ന് പറയാൻ പറ്റില്ല, നിലനിൽക്കുന്നതല്ലല്ലോ. ദുനിയാവ് ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ, ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ. ദുനിയാവ് തന്നെ നശ്വരമല്ലേ, പിന്നെ ദുനിയാവിലെ ഭക്ഷണം എങ്ങനെ അബക്കയാവും? ഉറങ്ങരുത്, ചിന്തിക്കണം. അവിടെയൊക്കെ തല വേണം, അവിടെയാണ് തല വേണ്ടത്. ദുനിയാവ് തന്നെ നശ്വരമല്ലേ. എല്ലാ അനുഗ്രഹവും പറഞ്ഞിട്ട് ഖലഖൽ ഇൻസാന മിൻ സ്വൽസ്വാലിൻ കൽഫഖാർ വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ ഫബിഅയി ആലാഇ റബ്ബികുമാ തുകർരിബാൻ റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ ഫബിഅയി ആലാഇ റബ്ബികുമാ തുകർരിബാൻ മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ فبأي آلاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان فبأي آلاء ربكما تكذبان وله الجوار المنشآت في البحر كالأعلام فبأي آلاء ربكما تكذبان. അനുഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പ്രൗഢവും ഉജ്ജ്വലവുമായി അനുഗ്രഹങ്ങളെ ഇങ്ങനെ കയറ്റിയിട്ട് ഒറ്റ വാക്കാണ് അടുത്ത വാക്ക് കുല്ലുമൻ അലൈഹാ ഫാൻ. ഇങ്ങനെയൊക്കെയാണ് അനുഗ്രഹമെങ്കിലും അത് അബുക്കയല്ല, നശ്വരമാണ്. പിന്നെ എങ്ങനെ ഇവിടെ വരിസ്ഖു റബ്ബിക ഖൈറുൻ, ഓക്കെ, അബുക്കാൻ എങ്ങനെ പറയും? അള്ളാഹ് പേച്ചോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? നല്ലോണം ചിന്തിക്ക്. അനുഗ്രഹം എൻ്റെ കൂടെ വരൂ, എൻ്റെ കൂടെ വരൂ. ആരും ചെവി തീർത്ത് പകുതിയാക്കി പോകരുത്. ഈ വാക്ക് തീർക്കുന്നവരെ ഇവിടെ ഇരിക്കണം. വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നം പറയുന്നത്. അല്ലാഹു തആലക്ക് ഒരു പിഴവുണ്ടാവില്ല. ലാ യഅ്തിഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി. അവൻ സുബ്ഹാനാണ്, അവൻ മഹാനാണ്, വിജ്ഞാനം അവൻ്റേതാണ്, നമ്മളൊന്നുമില്ലാത്തവരാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ല ഖലീല. അള്ളാഹു വളരെ കുറഞ്ഞ വിവരം നമുക്ക് തന്നിട്ടുള്ളൂ. അള്ളാഹു ആ വിവരം നമുക്ക് പരിശുദ്ധമായ വിജ്ഞാനത്തിൽ നൽകട്ടെ. നോക്കൂ, ഈ അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞ് പിന്നെ പറയുന്നത് കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു. നോക്കൂ, വയബ്ഖാ വജ്ഹു റബ്ബിക. എല്ലാം ഫാനിയായി യബ്ഖാ വജ്ഹു റബ്ബിക. പിന്നെ എങ്ങനെ വരിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ? മറുപടി ഇനി പറയാൻ പോകുന്ന നടപ്പിലാക്കിയാൽ വരിസ്ഖു റബ്ബിക, അള്ളാഹുവിന്റെ പൊരുത്തമുള്ള ഭക്ഷണം കിട്ടും. ഖൈറായി കിട്ടുകയും അത് അബക്കയായി കിട്ടും. അബക്കയായി കിട്ടും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ ഭക്ഷണം ഇവിടെയും കിട്ടും, അവിടെയും കിട്ടും. ഇവിടെ ഒരിക്കലും അബക്കയല്ല, പക്ഷെ അവിടെയും കൂടി കിട്ടിയാൽ അത് അബക്കയാ. മനസ്സിലായി പറഞ്ഞു. വരിസ്ഖു റബ്ബിക ദുനിയാവിൽ തരുമെന്നല്ല അവിടെ പറഞ്ഞത്, അല്ലാഹു തആല തന്നുകൊണ്ടേയിരിക്കും. വരിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. അല്ലാഹു നമുക്ക് നൽകട്ടെ. വരിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. 5 വഖത്തിലും എന്റെ നാമത്തിന്റെ ഓർമ്മയെ നിലനിർത്തണം, എന്റെ ഓർമ്മ നിലനിർത്തണം. അത് നിന്റെ കുടുംബത്തെ കൊണ്ട് നീ നിലനിർത്തിക്കുകയും വേണം. നീ നിലനിർത്തണം, നിന്റെ കുടുംബവും നിലനിർത്തണം. വരിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. ഉംർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. ഉംർ അഹ്ലക ബിസ്സലാത്തി, നിന്റെ കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം. അപ്പൊ നമസ്കാരം എന്ന അള്ളാന്റെ ഓർമ്മ 5 വഖത്തിൽ ഒരു ദിവസത്തിൽ അള്ളാന്റെ ഓർമ്മ ഒരാൾ നിലനിർത്തിയാൽ അവന് ഇവിടെയും ഭക്ഷണം കൊടുക്കും, അവിടെയും ഭക്ഷണം കൊടുക്കും. കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റു. അവൻ എന്ത് ചെയ്താൽ മതി? 5 നേരത്തെ അള്ളാഹുവിന്റെ ഓർമ്മ ഇങ്ങോട്ട് പറഞ്ഞേക്ക്. അള്ളാഹുവിന്റെ ഓർമ്മ അത്രയേ ഉള്ളൂ. നാം ഒരിക്കലും നിന്നോട് ഭക്ഷണം ചോദിക്കുന്നില്ല. ഞാൻ നിന്റെ ബാപ്പയെ പോലെയല്ല. ബാപ്പ നിനക്ക് 20-25 വയസ്സ് വരെ എന്നെ തീറ്റിപ്പൊറ്റി ജോലിക്കാരനാക്കി. ജോലിയിൽ നീ ആ ജോലിയിൽ
നീ പ്രവേശിച്ച് 1-ാം ദിവസം ബാപ്പ പറയും, ഇതുവരെ നിനക്ക് വേണ്ടി അധ്വാനിച്ച് എൻ്റെ നടു ഒടിഞ്ഞു, ഇനി ഞാൻ മിണ്ടാതിരിക്കും, ഇനി നീ എനിക്ക് ഭക്ഷണം തരാൻ. എന്നതുപോലെ നിന്റെ ബാപ്പയെ പോലെയല്ല ഞാൻ. ആര് പറയുന്നു? ലാ നസ്അലുക റിസ്ഖാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. ലാ നസ്അലുക റിസ്ഖൻ, നിനക്ക് നിന്നോട് എനിക്ക് ഭക്ഷണം തരണമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ലാ നസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നില്ല. റിസ്ഖൻ, എനിക്കൊരു ഭക്ഷണം അങ്ങോട്ട് അയച്ചു തരണമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പകരം വനഹ്നു നർസുഖുക, ഞാൻ നിനക്ക് അങ്ങോട്ട് തരാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ നിനക്ക് ഭക്ഷണം തരാം, ഇവിടെയും തരാം അവിടെയും തരാം. പിന്നെയോ വൽ ആഖിബതു ലിത്തഖ്വാ വൽ ആഖിബതു ലിത്തഖ്വാ, നല്ല ഭക്തിയുടെ പര്യവസാനവും നൽകാം, മുത്തഖീങ്ങളുടെ മരണവും നൽകാം. എന്ത് മതി? 5 വഖത്തിൽ അള്ളാഹുവിന്റെ ഓർമ്മ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നോക്കൂ, സാന്ദർഭികമായി നമ്മൾ അള്ളാഹിന്റെ ഓർമ്മ നിലനിർത്തലാണ് എവിടെയും ബിസ്മി ചൊല്ലൽ. അതിന്റെ ഉന്നതമായ ശൈലിയാണ് ഓർമ്മ നിലനിർത്തലിന്റെ ആരാധനയായ നമസ്കാരം. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇത്ര മതി അള്ളാഹ്. അതാണ് എവിടെയും കാണുന്ന സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല. പിന്നെ എൻ്റെ എല്ലായിടത്തും ഉണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹു അനുഗ്രഹ, അത്ര മതി. ഈ അനുഗ്രഹദാതാവിന്, ഈ അനുഗ്രഹം ഏറ്റുവാങ്ങുന്ന മനുഷ്യർ ആ അനുഗ്രഹം ഏറ്റുവാങ്ങിയാൽ അവനെ കുറിച്ച് പറയണം. അവന്റെ അനുഗ്രഹത്തിൽ നിന്നാണ് ഞാൻ അനുഭവിക്കുന്നത്, അപ്പൊ അവന്റെ പേരോടുകൂടിയേ ഞാൻ തുടങ്ങൂ എന്ന് പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതൊരു കാര്യവും കുല്ലു അംരിൻ റീബാലിൻ ലം യുബ്ദ ബിസ്മില്ലാഹി ഫഹുവ ഖതഉ. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ തിരുനോട്ടം ഉണ്ടാവില്ലെന്ന് മുസ്തഫായ മുഹമ്മദ് നബി. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. ഇന്നൊരു വൈകുന്നേരമാണല്ലോ. വൈകുന്നേരമായാൽ എന്ത് പറയണം? ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇന്ന് അത് 3 തവണ പറഞ്ഞ ആളുകൾ ഒന്ന് കൈവക്കി. ഇന്നലെ പറഞ്ഞവരുണ്ടെങ്കിൽ കൈവക്കി. ഹദ്ദാദിലോട്ടെയോ മറ്റോ ഇന്നലെ പറഞ്ഞവർ 40 വയസ്സിന്റെ താഴെയുള്ളവർ, ഉസ്താദുമാർ അല്ലാത്തവർ, മുത്തഅല്ലിമീങ്ങൾ അല്ലാത്തവർ, ഉസ്താദുമാർ അല്ലാത്തവർ, 40 വയസ്സിന്റെ താഴെയുള്ളവർ ഒന്ന് കൈവക്കി. നല്ലോണം ശ്രദ്ധിക്കുക. കൈവക്കി. ഒന്നുകൂടെ. ഇന്നലെ അത് ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇതൊരാൾ 3 തവണ ഒരു വൈകുന്നേരം പറഞ്ഞാൽ ലം യളുറഹു ശൈഉൻ, ആ രാത്രി ഒരു അപകടവും വരികയില്ലെന്ന് മുഹമ്മദ് നബി. കാരണം രാത്രിയിൽ പ്രവേശിച്ചപ്പോൾ അല്ലാഹുവിൽ അഭയം തേടിയിട്ടുണ്ട്, അവന്റെ നാമത്തിൽ അഭയം തേടിയിട്ടുണ്ട്. ശ്രദ്ധിക്കണില്ലേ? ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞല്ലേ? പിന്നെന്റെ ഒരു ഇൽമ കേട്ടിട്ട് ഒരു ഇൽമ കേട്ടാൽ അത് നടപ്പിലാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ല, ഒരു ഇൽമ കേട്ടിൽ നടപ്പിലാക്കിയില്ലെങ്കിൽ എന്താ അതിന്റെ നേട്ടം? ഇൽമെല്ലാം ഉണ്ടായി, പക്ഷെ നടപ്പിലാക്കിയില്ല. എതിരാണ് നടപ്പിലാക്കിയത്. ബൽആം ലഅനത്തുല്ലാഹി അലൈഹി വലിയ ആലിമ. വത്ലു അലൈഹിം നബഅല്ലദി ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫഅത്ബഅഹു ശൈത്വാനു ഫകാന മിനൽ ഗാവീൻ. തകർന്നു പോയി ഒരാൾ, എല്ലാ വിജ്ഞാനവും പഠിച്ചിട്ടും തകർന്നു പോയി. ബൽആം, ഉറക്ക പറഞ്ഞേക്ക് ബൽആം. കാരണം വിജ്ഞാനം ഒരു വഴിക്ക് പോയി, അവൻ വേറൊരു വഴിക്കും പോയി. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. അതുകൊണ്ട് മോമിനീങ്ങളെ, ഞാൻ ആ വിഷയം കഴിഞ്ഞ ആഴ്ചയിലേക്ക് ചേർത്ത് പറഞ്ഞതാണ്. ശ്രദ്ധിക്കുക. ഏതൊരു സമയങ്ങളിലും ഏതൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും റബ്ബിന്റെ നാമവുമായി ബന്ധപ്പെട്ടേ പോവുക. ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് ജൂതന്മാർ വന്ന് പറഞ്ഞു, നിങ്ങളുടെ റബ്ബിന്റെ നാമം ഉച്ചരിച്ച് ഒരു അത്ഭുതം കാണിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാം. എന്ത് അത്ഭുത വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളൊരു കുപ്പി വിഷം കൊണ്ടുവരാം. ശ്വസിച്ചാൽ പോലും മരിച്ചു പോകുന്ന വിഷമാണ്. അത് കുടിച്ചിട്ട് നിങ്ങൾ മരിച്ചിട്ടില്ലെങ്കിൽ
ഞങ്ങൾ നിങ്ങളുടെ ദൈവത്തെ അംഗീകരിക്കാം എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഖാലിദിനോട് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. ഈ സംഭവം വളരെ സ്വഹീഹായി ഏകദേശം മുഫസ്സിരീങ്ങൾ മുഴുവനും ഉദ്ധരിക്കുന്നുണ്ട്. ഞാനത് എണ്ണി പറയുന്നില്ല. എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ എവിടെയും ഉണ്ട്. റാസിയിലുണ്ട്, ഖുർത്തുബിയിലുണ്ട്, ഇബ്നു കസീറിലുണ്ട്, അൽ ബിദായയിലുണ്ട്. ഇബ്നു തൈമിയ പോലും തന്റെ അൽ മുഅജ്ജത്ത് വൽ കറാമയിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഏകദേശ തഫ്സീറുകളിലും ഇത് കാണുന്നുണ്ട്. റൂഹുൽ ബയാനിലുണ്ട്, റൂഹുൽ മആനിയിലുണ്ട്. എല്ലാ മുഫസ്സിരീങ്ങളും ഇത് പറയുന്നുണ്ട്. ജൂതന്മാർ വിഷക്കുപ്പി കൊണ്ടുവന്നു. ആ വിഷക്കുപ്പി തുറന്നു ബഹുമാനപ്പെട്ട ഖാലിദ് ബിനുൽ വലീദ് ഫഖാല ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്നുച്ചരിക്കുകയും അത് തന്റെ വായയിലേക്ക് കമിഴ്ത്തുകയും ചെയ്തു. ഫലം യളുറഹു, ഒരപകടവും വന്നില്ല ബഹുമാനപ്പെട്ട ഖാലിദ് ബിനുൽ വലീദ്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ. അത് കരുതി ആരും വിഷം കുടിക്കാൻ പോകണ്ടട്ടാ, ബിസ്മില്ലിട്ട് അല്ല, അതിനനുസരിച്ച് ഒരു വേറെയും വേണം. ഇവിടെ ബഹുമാനപ്പെട്ട മഹദി മുസ്ലിയാർ ഉസ്താദ് ഞാൻ വരുമ്പോൾ പറഞ്ഞ അതാണ് വിഷയം. അതിങ്ങോട്ട് ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ ഒന്നും പ്രശ്നമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹാ നൂറു ഹലിമൻ ലാ ഇലാഹ ഗൈരി യമീലു ലാ ഇയാലിൻ ലാ ഇലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു പേടിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൽബിൽ അത്ര ശക്തമാവണം, എന്നാ പിന്നെ പേടിയില്ല. അതുണ്ടാകണം. അലം തറ കൈഫ ലറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഏറ്റവും മനോഹരമായ വൃക്ഷത്തെ പോലെയാണ്. ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്നവർക്ക് മുഴുവനും അത് തന്നെ ഉപകാരം നൽകും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ വചനത്തിന്റെ മഹത്വം മനസ്സിലാക്കുക, ആ വചനത്തിന്റെ പിന്നാലെ നിൽക്കുക. ഏത് നന്മയും ആ വചനം ഉദ്ദേശിച്ചു പറയുക, ചെയ്യുക. പക്ഷേ തിന്മ ചെയ്യുമ്പോൾ ആ വചനം ഉപയോഗിക്കാതിരിക്കുക. തിന്മ ചെയ്യുന്ന ആൾ ആ വചനം ഉപയോഗിച്ചാൽ അതോടുകൂടെ അനാഥനാണെങ്കിൽ കാഫിറാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മനസ്സിലായോ പറഞ്ഞത്? ഒരാൾ കള്ളു കുടിച്ചപ്പോൾ എന്ത് ചെയ്തു? ബിസ്മിക്ക് ഇത്ര വലിയ മഹത്വം ഉണ്ടെങ്കിലേ എന്നാ അതിന്റെ കുറ്റം അങ്ങനെയാണ് പോട്ടെ എന്ന് വിചാരിച്ചു. ഒരു കളമശ്ശേരിക്കാരൻ എന്ത് ചെയ്തു? ജോണി വാക്കറിന്റെ കുപ്പിയും കൊണ്ട് പൊട്ടിച്ചപ്പോ എന്ത് പറഞ്ഞു? അങ്ങോട്ട് പാറ മോനെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കമഴ്ത്തിയാൽ കാഫിറും ഉടനെ കാഫിറും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താ അള്ളാന്റെ നാമത്തിന്റെ വിലയാണത്. ഒരാൾ വ്യഭിചരിച്ചപ്പോൾ ബിസ്മില്ലാഹിൽ കാഫിറോ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ സ്വന്തം ഭാര്യയെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് അതിന്റെ ഗൗരവം പറഞ്ഞില്ല ഇല്ലേ? അള്ളാഹുവൊക്കെ ആ ബോധമൊക്കെ നമുക്ക് നൽകട്ടെ. ചിന്തിക്ക് എല്ലാവരും മനസ്സിലാക്കി നോക്കൂ. അപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ നാമം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാണെങ്കിലും കുട്ടികളെ അത് പഠിപ്പിക്കണം. പത്രം ഭക്ഷണം കൊണ്ടുവന്നു വെച്ചു. ചെറിയ കുട്ടിയാ, കൂടെ ഇരിക്കുന്ന കുട്ടി ഭക്ഷണത്തളികയിലേക്ക് കൈവച്ചു. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഫഅഹു ബിലുത്ഫിൻ. കൈ മെല്ലെ കൊടുത്താണ്. കൈ കൊണ്ട് ഭക്ഷണം വാരി ഒരു കുട്ടി, പുണ്യനബിയുടെ കൂടെ ഇരിക്കുന്ന കുട്ടി. പുണ്യനബിക്ക് കുട്ടികളോടൊക്കെ വലിയ താല്പര്യം. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഫഅഹു ബിലുത്ഫിൻ. മെല്ലെ കൈ അങ്ങോട്ട് തടഞ്ഞു ഹബീബായ നബി. എന്നിട്ട് പറഞ്ഞു, യാ ഗുലാം സമ്മില്ലാ ഫകുൽ ബിയമീനിക ഫകുൽ മിമ്മാ യലീക്. യാ ഗുലാം, മോനെ സമ്മില്ല, ആദ്യം ബിസ്മിയല്ലേ. ഈ അനുഗ്രഹം നൽകിയത് അവനെ പറയാതെ അനുഗ്രഹം തൊടല്ലേ. യാ ഗുലാം സമ്മില്ലാ ഫകുൽ ബിയമീനിക ഫകുൽ മിമ്മാ യലീക്. ആദ്യം നിന്റെ വലത്തെ കൈ കൊണ്ട് ബിസ്മി ചൊല്ല്, എന്നിട്ട് വലത്തെ കൈ കൊണ്ട് കഴിക്ക്. ഫകുൽ മിമ്മാ യലീക. ഫകുൽ മിമ്മാ യലീക, തൊട്ട് അടുത്തുനിന്ന് കഴിക്ക്. ഹബീബായ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം. അപ്പൊ ഏത് കുട്ടിയാണെങ്കിലും അത് പഠിപ്പിക്കണം. ഫകുൽ മിമ്മാ യലീക്.
യാ ഗുലാം സമ്മില്ലാഹ ഫകുൽ ബിയമീനിക ഫകുൽ മിമ്മാ യലീക്. ഹബീബായ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതൊരു നന്മയാണെങ്കിലും ഏതൊരു നല്ല കാര്യമാണെങ്കിലും അള്ളാഹുവിന്റെ നാമല്ലാതെ അതൊന്നും പറയരുത്. കാരണം ആ അനുഗ്രഹമെല്ലാം ചെയ്തു തന്നത് അള്ളാഹു. അതെങ്ങനെ നമ്മൾ അനുഭവിക്കുന്നു എന്നവൻ നോക്കിയിരിക്കുന്നുമുണ്ട്. അവൻ ആരെപ്പോലെയെങ്കിലുമല്ല. വഇൻദഹു മഫാതീഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാതിൽ അർള് വലാ റത്ബിൻ വലാ യാബിസ് ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. അൻആം 59, സൂറത്തുൽ അൻആം 59. നമ്മൾ ഈ അനുഗ്രഹം എങ്ങനെ അനുഭവിക്കും എന്ന്, ഈ അനുഗ്രഹം റഹ്മത്തുള്ളാഹി വൈകുന്നേരം ലഭിച്ചതാ. ഇത് റഹ്മത്തുള്ള എങ്ങനെ കഴിക്കും എന്നുള്ളത് നോക്കുന്നുണ്ട്. ഒരു കമ്മീഷൻ നിശ്ചയിക്കേണ്ട ആളൊന്നുമല്ല. അവൻ തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയല്ല. കാസിമി ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് മുഖ്യമന്ത്രിക്ക് അറിയണമെങ്കിൽ ഇവിടെ ആളെ ഏർപ്പെടുത്തണം. അത് വേണ്ട. ആർക്ക്? അങ്ങോട്ട് പറഞ്ഞേക്ക്. ഞാൻ നിങ്ങളെ മുഖ്യമന്ത്രിയെ കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്. അതിനി പ്രതിപക്ഷ നേതാവാണെങ്കിലും വേണ്ടില്ല. അവർക്കൊക്കെ കമ്മീഷൻ നിശ്ചയിക്കണം. ആർക്കും. നേരെ മറിച്ച് അല്ലാഹു അങ്ങനെയല്ല. ഈ അനുഗ്രഹം നമുക്ക് നൽകിയിട്ട് ഈ അനുഗ്രഹം നമ്മൾ എങ്ങനെ അനുഭവിക്കുന്നു എന്നവൻ നോക്കും. വഇൻദഹു മഫാതീഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. ഈ ഭൂമിയിൽ ഒരു ഇല പൊഴിഞ്ഞു വീഴുന്നത് പോലും അവൻ അറിയുന്നുണ്ട്. അവൻ അറിയാതെ ഒരു കാര്യവും നടക്കുകയില്ല. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ട് പാഠം നമ്പർ 1, ഏത് കാര്യവും ഏതൊരു നന്മയും ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒന്നുകൊണ്ട് പറഞ്ഞേക്ക് ബിസ്മില്ല. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു എന്നാ എൻ്റെ ഓർമ്മ. കഴിഞ്ഞ ക്ലാസ്സിൽ ആയത്തുൻ നജ ഇല്ലേ? പറഞ്ഞില്ലേ? ആയത്തുൻ നജ അത് പറഞ്ഞില്ലേ? ഒന്ന് പറഞ്ഞില്ലേ? ആയത്തുൻ നജ അത് രക്ഷയുടെ വചനമാകുന്നു. അത് പറഞ്ഞവർക്കൊക്കെ രക്ഷയുണ്ടാകും. പറഞ്ഞില്ലേ? ഒന്ന് എന്ത് ആര് പറഞ്ഞില്ല? പറഞ്ഞില്ലേ? അവരുമില്ല. നിന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഞാൻ എന്നേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ഇറങ്ങാൻ പോവാ. ഏതായാലും അത് രക്ഷയുടെ വചനമാണ്. എല്ലാവരും പ്രളയത്തിൽ മുങ്ങി മരിച്ചപ്പോൾ നൂഹ് രക്ഷപ്പെട്ടു. പറഞ്ഞില്ലേ? എന്തിനങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കണം? എന്റെ നൂഹ് രക്ഷപ്പെട്ടത്? ഞാൻ പറഞ്ഞ ഒരു കളിനൗകയുടെ സാങ്കേതിക വൈദഗ്ധ്യം പോലും നൂഹിന്റെ കപ്പലിന് ഇല്ല. എന്നല്ല, കപ്പൽ പോലും അതേക്കുറിച്ച് പറഞ്ഞില്ല. കുറെ ആണികളും പലകകളും കൂടിയ ഒരു സാധനം എന്ന് പറഞ്ഞു. കാരണം അങ്ങനെയുള്ള സാങ്കേതിക വൈദഗ്ധ്യമൊന്നും ആ കപ്പലിന്. അങ്ങനെ പറഞ്ഞത്. ആണികളും പലകകളും കൂടിയ സാധനം എന്ന. പിന്നെന്തേ നൂഹി രക്ഷപ്പെട്ടത്? ആ പേടകത്തിന്റെ സാങ്കേതിക വൈദഗ്ധ്യം അല്ല. പിന്നെ ബിസ്മില്ലാഹി മജ്റേഹാ വമുർസാഹാ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. ആയത്തുൻ നജ അത് ഞാൻ കാണിച്ചെന്നു. ഈമാനുള്ളവനെ ആയത്തുൻ നജാത്തായി കാണിച്ചെന്നു. ആരിൽ പോലും ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖാലിദ് ബിനുൽ വലീദ് ഇല്ലേ? ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഒരിക്കൽ ഒരു ക്രിസ്തീയ രാജാവ് കത്തയച്ചു സയ്യിദുനാ ഉമറിന്. പറഞ്ഞില്ലേ? തൊപ്പി അയച്ചു കൊടുത്തു. തലവേദന തീരാൻ തൊപ്പി അയച്ചു കൊടുത്തു. എന്റെ തൊപ്പിയിൽ ഉണ്ടായിരുന്നത് ഫവജദു ഫീഹാ ഖിർഖതൻ മക്തൂബൻ ഫീഹാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ. വിശ്വാസികളെ, ഇനി ഇതിന്റെ രണ്ടാമത്തെ പാഠത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇബാദിന് നൽകിയതാണ്. ഒരു അബ്ദിന് അള്ളാഹിനെ പരിചയപ്പെടുന്ന വാക്കാണ് എന്ത്? നബി പോലും അള്ളാഹിനെ പരിചയപ്പെടുത്തിയത് അങ്ങനെയാ, പെട്ടത് അങ്ങനെയാ. കാരണം ഒരു നബിക്ക് ആദ്യം ലഭിച്ച വഹയ് ഇങ്ങോട്ട് പറയും, പുണ്യ നബിക്ക് പോലും പറഞ്ഞല്ലോ, പറഞ്ഞില്ലേ? ശരി, അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ വചനമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചെവി അങ്ങോട്ട് തുറന്നിട്ട് കൽബൊക്കെ അങ്ങോട്ട് വികസിപ്പിച്ചിട്ട് ഇരുന്നോളൂ, ഞാൻ നിങ്ങൾക്കിന്ന് നല്ല മരുന്ന് തരാം കൽബിൻ്റെ ഉള്ളിലേക്ക്. ശരി, അപ്പൊ നമ്മൾ അള്ളാഹിനെ പരിചയപ്പെടണം. ഏത് വാക്കിലൂടെ? അതാണ് അള്ളാഹു. പിന്നെന്തൊക്കെ അറിഞ്ഞാലും അതാണ് അള്ളാഹു. പിന്നെ എന്തൊക്കെ അറിഞ്ഞാലും അതാണ് അള്ളാഹു. പിന്നെ പലതും അറിയാം, പക്ഷെ അതാണ് അള്ളാഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ കൂടെ വരണം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. ഞാൻ വലിയ ഒരു വിഷയം തുടങ്ങി വെക്കാണ്, വളരെ ഡേഞ്ചറസ് ആണ്. തലക്കട കയറി കിട്ടിയാൽ രാത്രി ഇരിക്കുമ്പോൾ കരയാൻ തോന്നും. തലയൊക്കെ കയറി കിട്ടിയാൽ കരച്ചിൽ വരും. ഈ രാത്രി ഇരുന്ന് കരയും ഈ വചനം പഠിച്ചാൽ. അള്ളാഹിനെ പരിചയപ്പെടുത്തിയതാ, ഇതാണ് അള്ളാഹു. പിന്നെ എന്താണെങ്കിലും ഇതാണ് അള്ളാഹു. പിന്നെ നിങ്ങൾ എന്ത് പഠിച്ചാലും ഇതാണ് അള്ളാഹു. ഒരാളെ പരിചയപ്പെടുത്താൻ ഒരു ശൈലിയുണ്ട്. ആദ്യം അയാളെ എങ്ങനെ കാണിച്ചോ അതാണ് അതിന്റെ ശൈലി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ, ഇബ്ലീസിനെ പരിചയപ്പെടുത്തി ലഅനത്തുല്ലാഹി. അവനാരാ? ഫവസ്വസ ഇലൈഹി ശൈത്വാൻ ഖാല യാ ആദമു ഹൽ അദുല്ലുകും അലാ ശജറത്തിൽ ഖുൽദ്. ഇബ്ലീസിനെ പരിചയപ്പെടുത്തി. ഇബ്ലീസ് വസ്വാസ് ഉണ്ടാക്കുന്നവനാ, ലഅനത്തുല്ലാഹി അലൈഹി. മനുഷ്യന്റെ അടുക്കൽ ആദ്യം ഇബ്ലീസ് വന്നത് ഫവസ്വസ ഇലൈഹി ശൈത്വാൻ. അപ്പോൾ ഇബ്ലീസ് അതിലൊടുങ്ങും. ഇബ്ലീസിന് എന്തൊക്കെ ഉണ്ടെങ്കിലും അവൻ അതിലൊടുങ്ങും. ഏതിലൊടുങ്ങും? ഏത്? ഉറക്കോട് പറ. അത് തന്നെ അവനെ പരിചയപ്പെടുത്തി, അവസാനം പരിചയപ്പെടുത്തി. അങ്ങനെയാ, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. അപ്പോൾ ഇബ്ലീസ് ആരാ? വസ്വാസിന്റെ ആളാണ്. അല്ലാഹു തആല അവനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വസ്വാസ് ഉണ്ടാക്കും, കൽബിന്റെ ഉള്ളിൽ വന്നിട്ട് ഇല്ലാത്ത ദുശ്ചിന്തകൾ ഇങ്ങനെ ഇട്ടുതരും. ലഅനത്തുല്ലാഹി അലൈഹി. അവൻ അങ്ങനെ പരിചയപ്പെടുത്തും. ഒരാൾ അങ്ങനെ പരിചയപ്പെടുത്തുക. നോക്കൂ, നിങ്ങൾ ചിന്തിക്കണം, 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 ചിന്തിക്കണം. يا بني آدم لا يفتننكم الشيطان كما أخرج أبويكم من الجنة ينزع عنهما لباسهما ليريهما سواتهما. മനുഷ്യന്റെ ആദമിന്റെ മക്കളെ ഇബ്ലീസ് നിങ്ങളെ അടുത്ത് വന്ന് നിങ്ങളെ വാപ്പാന്റെ അടുത്ത് വരുന്ന കോലത്തിൽ വന്നത് നിങ്ങൾ സൂക്ഷിക്കണം എന്നാ പറഞ്ഞത്. വാപ്പാന്റെ അടുത്ത് വന്നത് എന്തും കൊണ്ടാ? വിശ്വാസം. അതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നോക്കൂ, അങ്ങനെ ചിന്തിക്കേ. ഏതൊരാളെയും എങ്ങനെയാണോ ആദ്യമായി അവതരിപ്പിച്ചത് അതാണ് പരിചയപ്പെടുത്തൽ. അതാ പരിചയപ്പെടുത്തൽ. നിങ്ങൾ ചിന്തിക്കുക. ബൽആമിനെ ഖുർആൻ ഒരു സ്ഥലത്താ പരിചയപ്പെടുത്തിയത് എങ്ങനെയാ? എല്ലാ വിജ്ഞാനം ഉണ്ടായിട്ടും തകർന്നവൻ. ഫമസലുഹു കമസലിൽ കൽബ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുഹമ്മദ് നബി ഒരധ്യായത്തിന്റെ പേര് തന്നെ മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് സ്തുതിക്കപ്പെടേണ്ടവൻ. അപ്പോൾ ഈ മനുഷ്യൻ അതിലൊടുങ്ങും. ഈ മനുഷ്യന്റെ ഏത് പ്രവർത്തനവും സ്തുത്യർഹമായിരിക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ? നോക്കൂ, എങ്ങനെ പരിചയപ്പെടുത്തിയോ അതാണ് അതിന്റെ അടിസ്ഥാനം. മുഹമ്മദുൻ ബശറുൻ ലാ കൽ ബശരി യഖൂതുൻ ഹജറുൻ ലാ കൽ ഹജരി. മുഹമ്മദ് നബി എങ്ങനെ പരിചയപ്പെടുത്തിയാലും അതിലൊരുങ്ങും. എന്ത് പണിയും സ്തുത്യർഹമായിരിക്കും. ശരി, ഇനി ഇങ്ങോട്ട് മടങ്ങി വരൂ. അല്ലാഹു ആരാ? അല്ലാഹു വലിയ ശിക്ഷിക്കുന്നവനാ എന്ന് പരിചയപ്പെടുത്തിയോ? ഇങ്ങോട്ട് പറയൂ, പരിചയപ്പെടുത്തിയോ?
ഇല്ലല്ലോ. അള്ളാഹു വലിയ രാജാവാ, പരിചയപ്പെടുത്തിയോ? അള്ളാഹു എല്ലാവരെയും അടക്കി ഭരിക്കുന്നവനാ, അങ്ങനെ പരിചയപ്പെടുത്തിയോ? എന്നാൽ അതെല്ലാം അല്ലേ അള്ളാഹു ആണ്. പക്ഷെ അതൊന്നും നീ തൽക്കാലം അറിയേണ്ടതില്ല. നീ അള്ളാഹ് എങ്ങനെ പരിചയപ്പെടാവേണ്ടത്? എന്നാൽ അതെല്ലാം അല്ലേ ആണ്. അതെല്ലാമാണ്. എന്റെ കൂടെ വാ. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർള് വഹുവൽ അസീസുൽ ഹകീം. അല്ലാഹുക്ക് എത്ര പേരുണ്ട്. കളമശ്ശേരിക്കാരാ, നിനക്കൊന്ന് കരഞ്ഞുകൂടെ? ഇരുന്ന് പറയുമ്പോൾ ആരാണ് നിന്റെ പഠിച്ചവൻ? ആരാണ് നിന്റെ റബ്ബ്? നിന്റെ റബ്ബ് കരുണാവാരിധിയ. നിങ്ങൾ എന്നെ അങ്ങനെ അറിഞ്ഞാൽ പറയുന്ന അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ ആലോചിക്കുക. 2 വാക്കുകൊണ്ടാ പരിചയപ്പെടുത്തി അള്ളാഹു അള്ളാഹിനെ 2 വാക്കുകൊണ്ട് പരിചയപ്പെടുത്തി. ഏതൊക്കെ 2 വാക്ക്? അർ റഹ്മാൻ, അർ റഹീം. രണ്ടും സത്യത്തിൽ റഹ്മത്ത് എന്ന ക്രിയാധാതുവിൽ നിന്ന് നിഷ്പന്നമാണ്. സത്യത്തിൽ ആവർത്തനം റഹ്മാനും റഹ്മത്തുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ എന്റെ കൂടെ അല്ലേ? ഒന്ന് ചേഞ്ച് ആക്കി കൂടെ? വേറെ പേരില്ലാത്തതുകൊണ്ടാണോ? ആവർത്തനം വിരസതയല്ലേ ജനങ്ങളെ? ബിസ്മില്ലാഹിർ റഹ്മാനിൽ അസീസ്. ആവർത്തനം വരില്ല. എന്നാൽ ഇത് രണ്ടും അള്ളാന്റെ സിഫത്താണല്ലോ. റഹ്മാനും അള്ളാന്റെ സിഫത്താണ്, അസീസുമാണ്. നിങ്ങൾ ചിന്തിക്കുക. ചേഞ്ചിങ് വന്നു. കുല്ലു ജദീദിൻ ലദീദ്. ഇരുന്ന് ചിന്തിക്കുക. അള്ളാഹുവിന് വേറെ പേരില്ലാത്തത് കൊണ്ടാണോ? അള്ളാഹുവിന് വേറെ സിഫത്തില്ലാത്തത് പോലെയാണ് അള്ളാഹു ഈ കാണിച്ചത്. റഹ്മത്ത് എന്ന ക്രിയാധാതുവിൽ നിന്നാണ് റഹ്മാനും വന്നത്, റഹീമും വന്നത്. എന്നാ വേറെ പേരില്ലേ? ഉണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിൽ അസീസ്, ബിസ്മില്ലാഹിർ റഹ്മാനിൽ ജബ്ബാർ, ബിസ്മില്ലാഹിർ റഹ്മാനിൽ ഖഹാർ, ബിസ്മില്ലാഹിർ റഹ്മാനി ശദീദിൽ ഇഖാബ്. ചൂടും തണുപ്പുമായി. തണുപ്പും ചൂടും. റഹ്മാൻ തണുപ്പ്, ശദീദുൽ ഇഖാബ്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവണില്ല. ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹിനെ പരിചയപ്പെടുത്തുകയാ. അള്ളാഹു ആരാ? അള്ളാഹു റഹ്മാനാകുന്നു. പിന്നെ ആരാ? റഹീമുമാണ്. റഹ്മാൻ എന്നാൽ റഹ്മത്തുമായി ബന്ധപ്പെട്ടവനാണ്. റഹീം എന്നാൽ റഹ്മത്തുമായി ബന്ധപ്പെട്ടവനാണ്. റഹ്മത്ത് എന്റെ അർത്ഥം കാരുണ്യം. അള്ളാഹു കാരുണ്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നെ ഒന്ന് ചേഞ്ച് ആക്കി കൂടായിരുന്നു അള്ളാഹു തആലാക്ക്. എന്നിട്ട് അതിനേക്കാൾ വലിയ രസം, ഇത് എല്ലാ അധ്യായത്തിന്റെയും ആദ്യത്തെ വചനമാക്കി. ഒരു തൗബയിൽ മാത്രം കൊണ്ട് മാറ്റി, ബാക്കിയൊക്കെ. മനസ്സിലാവണില്ലേ? നിങ്ങൾ ചിന്തിക്കൂ. മുസ്ലിമീങ്ങൾ ടെററിസ്റ്റുകളാണോ? ഇസ്ലാം ടെററിസത്തിന് വേണ്ടി കൽപ്പിച്ച ഒരു വേദഗ്രന്ഥമാണോ? അല്ല. ഒന്ന് ചിന്തിച്ചുകൂടെ? ഈ കൂട്ടത്തിൽ ഒരു അമുസ്ലിം സഹോദരൻ ഉണ്ടെങ്കിൽ ഞാൻ അവനോടൊന്ന് ചിന്തിക്കാൻ ആവശ്യപ്പെടുക. എൻ്റെ പൊന്നു സഹോദര, നീ വേദഗ്രന്ഥത്തെ പറ്റി ഒന്ന് ആലോചിക്കുക. ബൈബിളിൽ കരുണയെ പറഞ്ഞിട്ടുണ്ടാകാം, രാമായണത്തിൽ കരുണയെ പറഞ്ഞിട്ടുണ്ടാകാം, മഹാഭാരതത്തിൽ കരുണയെ പറഞ്ഞിട്ടുണ്ടാകാം. ഉണ്ട്. ഇല്ല എന്നൊന്നും എനിക്ക് വാദമില്ല. ഉണ്ട്. പക്ഷേ ലോകത്തെവിടെയെങ്കിലും
ഒരു വേദഗ്രന്ഥത്തിന്റെ എല്ലാ ആദ്യത്തെ വചനങ്ങളും കരുണയായ ഒരേ ഒരു വേദഗ്രന്ഥം പറയില്ല. എല്ലാ അധ്യായത്തിന്റെയും ഒരു പേജിൽ തന്നെ ചിലപ്പോൾ എന്തുണ്ടാവും 3-4 ബിസ്മി, 3-4 അധ്യായം. എന്നാൽ ആദ്യത്തെ ഒരു അധ്യായത്തിന് മാത്രമല്ല, ഓരോന്നിനും. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ഫീൽ. അലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അത് കഴിഞ്ഞ ഉടനുണ്ട് ഖുറൈശ്. അതേ പേജിൽ തന്നെ വീണ്ടും എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലിഇലാഫി ഖുറൈശിൻ. അത് കഴിഞ്ഞ് വീണ്ടും നേരെ അതിന്റെ പേജിൽ തുടങ്ങും. അലം തറ കൈഫ ഫഅല റബ്ബ അല അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം. വീണ്ടും ബിസ്മി. അത് കഴിഞ്ഞിട്ട് ഒരു ഒറ്റ വരിയുണ്ട് ഒരു സൂറത്ത്. ഏത്? ഇന്നാ അഅ്തൈനാക. അവിടെയും ബിസ്മി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅ്തൈനാകൽ കൗസർ. കരുണാവാരിധിയായ ഇലാഹിനെ പരിചയപ്പെടുത്താത്ത ഒരു അധ്യായവും ഖുർആനിലില്ല. ചിന്തിക്കണം. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. മുസൽമാൻ പരിചയപ്പെട്ട അല്ലാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിനെ പറ്റി ഒരു അബ്ദ് മനസ്സിലാക്കേണ്ടത് അല്ലാഹു ആരാണ്. ഇങ്ങോട്ട് പറഞ്ഞേക്ക് അർത്ഥം, അതിന്റെ സാങ്കേതിക അർത്ഥമൊക്കെ ഞാൻ പിന്നെ പറയാം. നിങ്ങൾ എന്റെ കൂടെ അല്ലേ? ഇങ്ങോട്ട് പരിചയപ്പെടൂ. അല്ലാഹു ആരാ? അല്ലാഹു കരുണയുള്ളവനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ഇവിടെയും കരുണയുള്ളവനാ, അവിടെയും കരുണയുള്ളവനാ. അല്ലാഹുവിനെ ഇങ്ങനെ അറിഞ്ഞാൽ മതി, കരുണയുള്ളവനാണ്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. മനുഷ്യ, നീ ഒന്ന് ചിന്തിക്ക. ഇതാണ് ഖുർആനും. ഏത് 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 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 6000 ചില്ലാനം വചനങ്ങളുടെ സിംബോളിക് വചനമാണേത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിനെ എങ്ങനെ പരിചയപ്പെട്ടാൽ മതി? ഖുർആൻ ഇങ്ങനെ പരിചയപ്പെട്ടാൽ മതി. ഖുർആൻ കരുണയുടെ വേദഗ്രന്ഥമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലേ? ആണല്ലോ. ഖുർആൻ എവിടെയും കരുണയാ. ഖുർആൻ എവിടെയും പരിപഠിപ്പിച്ചതും കരുണയാ. അല്ലാഹു എവിടെയും പഠിപ്പിച്ചതും കരുണയാകുന്നു. കരുണയാണ് അല്ലാഹു. കരുണയില്ലാത്തവന് അല്ലാഹുമായി ബന്ധപ്പെടാൻ സാധ്യമല്ല. ആദ്യം മനസ്സിൽ വേണ്ടത് ഒരു അബ്ദിന് നമസ്കാരത്താണ്ടല്ല. ഇങ്ങോട്ടോ ഉറക്കം കൊണ്ട് പറഞ്ഞേ, ഇപ്പോൾ ഞാൻ ക്ലാസ് നിർത്തും, നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എൻ്റെ ഈ ക്ലാസ് ഒന്നും നടത്തുന്നതിൽ എനിക്ക് യാതൊരു ഘടകവും ഒന്നുമില്ല. ഞാൻ ഇത്ര ദൂരെ വന്നിട്ട് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നതിൻ്റെ കാരണം മനസ്സിൻ്റെ ഉള്ളിൽ വെളിച്ചം കിട്ടാൻ വേണ്ടിയാ. റഹ്മത്തുള്ള ആ പോലീസ് കമ്മീഷണർ ഈ ക്ലാസ് കേൾക്കുന്നത് അവസാനം വരെ ഒന്ന് ഇരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് മനസ്സിൽ. അയാളെ തിരക്കൊണ്ട് പോയതാകാം. ഞാനിതുവരെയൊക്കെ മനസ്സിൽ കേൾപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇല്ലാത്തത് കേൾപ്പിക്കണ്ട, ഉള്ളത് കേൾപ്പിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ പരിചയപ്പെടുത്തിയ അല്ലാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദേവികളുടെയും ദേവന്മാരുടെയും ദൈവത്തിന്റെയും ഒക്കെ പ്രതീകങ്ങൾ, ആയുധങ്ങളുടെ പ്രതീകങ്ങളായ, ആയുധങ്ങൾ ഏന്തി നിൽക്കുന്ന പ്രതിമകളുടെ പ്രതീകങ്ങൾ കാണിക്ക വെക്കുന്ന, സിമ്പലായി വെക്കുന്ന ഒരുപാട് സമൂഹങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിൽ നിന്ന് പൂർണ്ണമായും അന്യമാണ് ദീനുൽ ഇസ്ലാം. നിങ്ങൾ മനസ്സിലാക്കിയോ? നാവ് നീട്ടിയ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു ഉറഞ്ഞു തൊള്ളുന്ന ശൈലിയല്ല ആരുടേത്. ഇസ്ലാം മുന്നിൽ വെക്കുന്ന ദൈവത്തിൻ്റേത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ ഏതെങ്കിലും ആയുധമേന്തി നിൽക്കുന്ന, ഒരു ശൂലമോ മറ്റോ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ശൂലമെറിയാൻ കാത്തു നിൽക്കുന്ന അങ്ങനെ ഒരു ദൈവത്തിൻ്റെ പ്രതീകവും അല്ല, അതുമല്ല. ചിന്തിക്കും. ഞാൻ വളരെ മാന്യമായി പറയാം.